ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നല്ല കാറ്റും മഴയും, പക്ഷെ നല്ല അന്തരീക്ഷം. എല്ലാ ദിവസവും എൻ്റെ വൈഫ് വീണയാണ് വരാറ്. എന്ന് വെച്ചാൽ അവൾക്ക് ഇന്ന് സൗണ്ട് ഇല്ല, സൗണ്ട് പോയി. ഇന്നലെ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ മഞ്ഞുമലയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ സൗണ്ട് ഇല്ല. ഇനി അടുത്ത ഒരു വീഡിയോയിൽ തിരിച്ചു കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു അവളുടെ സൗണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇന്നത്തെ വിഷയത്തേക്ക് വരാം. ഇന്ന് നമ്മൾ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെറിയൊരു കാര്യമാണ്. നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂസിലാൻഡിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ. അതോടൊപ്പം തന്നെ പല ആൾക്കാർക്കും പല ഡൗട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ്, ജീവിത ചെലവുകൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയാലും ഫസ്റ്റ് ഒരു കാര്യമാണ് നമ്മുടെ ഹൗസ് റെൻറ്റിങ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്ലാൻഡ്, ഹാമിൽട്ടൺ, അതേപോലെ തന്നെ ക്രൈസ്റ്റ് ചർച്ച്, വെല്ലിംഗ്ടൺ. ഇതിൽ വെല്ലിംഗ്ടണിലും ഈ ഓക്ലാൻഡ് താമസിക്കുന്ന ആൾക്കാർക്ക് യൂഷ്വലി റെൻറ്റ് കൂടുതലായിരിക്കും. 2 ബെഡ്റൂമൊക്കെയാണ്, 2 BHK. എങ്ങനെ പോയാലും ഒരു $650-800 വരും. 3 BHK ആണെങ്കിൽ ഏകദേശം ഒരു 800 മേലെ വരും. അത് തന്നെ നമ്മൾ പോയി കുറച്ച് റൂറൽ ഏരിയ. അപ്പോൾ ഞങ്ങളൊക്കെ ഹാമിൽട്ടൺ ഒരു 25 കിലോമീറ്റർ ഉള്ളിലേക്ക് താമസിക്കുന്നത്. പക്ഷെ എന്നാലും ഇവിടെ ഒരു 2 ബെഡ്റൂമിനൊക്കെ ഒരു $550 വരുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട്. ഞങ്ങൾ വന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 3 ബെഡ്റൂം ഹൗസ് ഞങ്ങൾക്ക് 510 കിട്ടിയായിരുന്നു. പക്ഷെ അന്ന് നിറയെ വീടുകളൊക്കെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടുകൾ കുറവാണ്. അപ്പോൾ അതിനനുസരിച്ച് മേ ബി അതിനനുസരിച്ച് ആൾക്കാർ വരുന്നുണ്ടായിരിക്കും ഇവിടെ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ റെൻറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടൊന്നുണ്ട്. പിന്നെ വീട് വാങ്ങേണ്ട ആൾക്കാർക്ക് ഇപ്പോൾ കയ്യിൽ കാശുള്ള ആൾക്കാർക്ക് വീട് വാങ്ങാൻ പറ്റിയ സമയമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറവുണ്ട്, വീടുകൾക്കും പൈസയും കുറവുണ്ട്. 2022 പ്രൈസ് അല്ല, ഇപ്പോൾ 2025 2026 വരാൻ പോകുന്നത്. പ്രൈസ് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട്. കയ്യിൽ കാശുള്ള ആൾക്കാർക്ക് വീട് വാങ്ങിക്കാം. പക്ഷെ അല്ലാത്ത ആൾക്കാർക്ക് റെൻറ്റിൽ നിൽക്കുമ്പോൾ എങ്ങനെ പോലും 3 BHK ഒക്കെ ആകുമ്പോൾ എങ്ങനെ പോലും ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഏകദേശം $600-650 വരുന്നുണ്ട്. 2 BHK ഒക്കെ ആണെന്ന് വെച്ചാൽ $550 വരുന്നുണ്ട്. ഞങ്ങൾ വരുമ്പോൾ 3 BHK $500 ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 10% കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വീട് വാങ്ങാൻ കുറേ ഓപ്ഷൻ, 5% വരെ വീട് വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനൊക്കെ ഒന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് വാങ്ങണമെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ മോർഗേജ് എല്ലാവരും പറയുന്ന പോലെ നമ്മൾ അടയ്ക്കേണ്ടി വരും ജീവിതാവസാനം വരെ. അല്ല, ഞാൻ കുറച്ച് നേരം മുമ്പ് പറഞ്ഞ വീട് വാങ്ങേണ്ട കാര്യം പറഞ്ഞ പുതിയ വരുന്ന ആൾക്കാർക്കല്ല. പുതിയത് ഇവിടെ ഒന്ന് സെറ്റിലായി. ഇപ്പോൾ ജസ്റ്റ് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് അവിടെ നിന്നൊക്കെ വന്ന് മൈഗ്രേറ്റ് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5% ഒക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ റെസിഡൻസി കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഫാസ്റ്റായിട്ട് വീട് വാങ്ങിക്കാൻ പറ്റും. അല്ലാതെ ന്യൂ കമേഴ്സായിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ കുറച്ച് റൂറൽ ഏരിയയിലേക്ക് മാറണമെങ്കിൽ കുറച്ചുകൂടി പൈസ കുറയുകയും ഒരു 3 BHK ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 500, 550, 600 ഇടയ്ക്ക് കിട്ടും. ഹാമിൽട്ടൺ ഏരിയകളൊക്കെ 3 BHK ഒക്കെ എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ $800 അടുത്തുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ഹാമിൽട്ടൺ വൈക്കാറ്റ് DHP അടുത്ത് വീട് എടുത്തത് $750 അത് 3 ബെഡ്റൂം ആയിരുന്നു. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ യൂട്ടിലിറ്റീസിനെ കുറിച്ചാണ്. നമ്മുടെ കറണ്ട്, വെള്ളം, പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ബില്ല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ നമ്മൾ കറണ്ടൊക്കെ എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും തണുപ്പ് സമയത്ത് എങ്ങനെ പോയാലും കറണ്ട് ബില്ല് കൂടുതലായിരിക്കും. നമ്മൾ ഹീറ്റ് പമ്പ് യൂസ് ചെയ്യും, കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ വാൾ ഹീറ്റർ യൂസ് ചെയ്യും. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഈ ഹീറ്ററൊക്കെ യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ചൂടുള്ള വെള്ളമൊക്കെ നമ്മൾ യൂസ് ചെയ്യണതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും തണുപ്പ് കാലത്ത് ഇത്തിരി എങ്ങനെ പോയാലും ഞങ്ങൾക്കൊക്കെ മന്ത്ലി ഇവിടെ എങ്ങനെ പോയാലും ഒരു 450-500 എങ്ങനെ പോലും വരാറുണ്ട് ഒരു മന്ത്ലി, ഇൻക്ലൂഡിങ് ഇൻ്റർനെറ്റ് കേട്ടോ. ഇൻ്റർനെറ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കമ്പനികളുണ്ട്. നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരായിട്ട് ഇങ്ങനെ നമുക്ക് ചോദിക്കാം. ഇങ്ങനെ നമുക്ക് ബാർഗൈൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇവിടെ. ഞാനൊക്കെ അങ്ങനെ ചെയ്ത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റൊക്കെ വന്നപ്പോൾ. എങ്ങനെ പോയാലും ഒരു $85 എങ്ങനെ പോയാലും നമ്മുടെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ വരും. പിന്നെ മൊബൈൽ ബില്ലുകളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര സുലഭമല്ല ഇവിടെ ഡാറ്റയൊക്കെ. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അവിടെ നമുക്കൊരു മാസം 100 GB ഒക്കെ ഉണ്ടായിരുന്നു, കറക്റ്റ് അല്ലേ? ജിയോൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ സിമ്മുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഇവിടെ നമ്മളൊരു സിം എടുത്തിട്ടുണ്ടെങ്കിൽ ആകെ കിട്ടുന്നത് 2 GB 3 GB ഒക്കെയാണ്. അതൊക്കെ വളരെ ഞാനൊക്കെ കൂടുതലാണെങ്കിലും നമ്മുടെ വീട്ടിലെ വൈഫൈ ആയിരുന്നു ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ വലിയ കുറച്ചുകൂടി ഇതായിട്ടുള്ള മൊബൈൽ പ്ലാനുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, 50 GB ഒക്കെ ഉള്ളത്. പിന്നെ അതൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം $50 ഒക്കെ വരുന്നുണ്ട്. 100 GB ഒക്കെ കിട്ടും. $50 എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ഏകദേശം 2500+ വരെ ആയിരിക്കും. അതൊക്കെയാണ് ഇവിടുത്തെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന യൂട്ടിലിറ്റീസ്. പിന്നെ വെള്ളം ചില സ്ഥലങ്ങളിൽ ഫ്രീ ആണ്. വൈക്കാറ്റ് റീജിയനിലെ ഹാമിൽട്ടണിൽ വെള്ളത്തിന് പൈസ കൊടുക്കില്ല. പക്ഷെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഞങ്ങളും വൈക്കാറ്റ് റീജിയനാണ്, ഹാമിൽട്ടൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പക്ഷേ ഞങ്ങളിവിടെ വെള്ളത്തിന് പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഓക്ലാൻഡൊക്കെ വെള്ളത്തിന് പൈസ ഉണ്ട്. ചില ഏരിയനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡ്, ഗ്രോസറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ വന്ന സമയത്ത് ഒരു 3 വർഷം മുമ്പത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ വേണമെങ്കിൽ പറയാവുന്നുള്ളൂ. അപ്പോൾ പുതിയ വരുന്ന ആൾക്കാർക്ക് ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ വരുന്ന സമയത്തൊക്കെ ഞങ്ങളിവിടെ കോമൺ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യണത് ഇന്ത്യൻ ഷോപ്പുകൾ കുറവായിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പോഴൊക്കെ പല സ്ഥലങ്ങളിൽ ഇന്ത്യൻ ഷോപ്പുകൾ, മലയാളികളൊക്കെ ആണെങ്കിലും പഞ്ചാബികളൊക്കെ ആണെങ്കിലും കുറേ ആൾക്കാർ ഇന്ത്യൻ ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഇത്തിരി കുറവായിരുന്നു.
ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല, ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് പാക്ക് ആൻഡ് സേവ്, കൗണ്ട് ഡൗൺ, പിന്നെ ഫ്രഷ് ചോയ്സ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ പാക്ക് ആൻഡ് സേവ് ആയിരുന്നു ഞങ്ങൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് പാക്ക് ആൻഡ് സേവ് തന്നെയാണ്. പാക്ക് ആൻഡ് സേവിലാകുമ്പോൾ എപ്പോഴും ചില സമയത്ത് പല സാധനങ്ങൾക്ക് ഓഫർ ഇടും, ചില ദിവസങ്ങളിൽ ഓഫർ ഇടും, ചില വീക്കുകളിൽ ഓഫർ ഇടും, ചില മന്ത്സിൽ ഓഫർ ഇടും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതൽ വാങ്ങിച്ചിരിക്കുക. അപ്പോൾ ഞങ്ങൾ മുന്നേ ഫ്രീസർ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഫ്രീസർ വാങ്ങിച്ചിട്ടുണ്ട്. ഫ്രീസർ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ചിക്കനോ അങ്ങനത്തെ മീറ്റ്സൊക്കെ നമുക്ക് വാങ്ങിച്ച് വെക്കാം. സോസേജസ്, കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഫുഡുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ച് വെക്കാൻ പറ്റും. ഫ്രോസൺ വെജീസ് അതൊക്കെ വാങ്ങിച്ചിരിക്കും, നമുക്ക് ആ സമയത്ത് പോയി വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത് ഫ്രോസൺ വെജീസിനാണ്. അപ്പം ഞങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേനൽക്കാലത്ത് നമ്മുടെ തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞങ്ങളൊക്കെ തക്കാളികളൊക്കെ ഫ്രീസ് ചെയ്ത് ഇതിൽ വെക്കും, നമ്മുടെ ഫ്രീസറിൽ വെക്കും. അപ്പോൾ നമുക്ക് മഞ്ഞുകാലത്ത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും പല വെജിറ്റബിൾസും. ഞങ്ങൾ ഈവൻ മത്തങ്ങയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്ത് വെക്കാറുണ്ട്. നമുക്ക് കിട്ടുന്ന പച്ചക്കറികളൊക്കെ ഞങ്ങൾ ഫ്രോസൺ ചെയ്ത് എടുത്ത് വെക്കാറുണ്ട്. ആ സമയത്ത് നമുക്ക് മഞ്ഞുകാലത്ത് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാനും പറ്റും. മഞ്ഞുകാലത്ത് എന്താ ഉണ്ടേ, നമ്മൾ ഈ വെജീസിനൊക്കെ ഭയങ്കരമായിട്ട് കുറച്ച് എക്സ്പെൻസ് കൂടും ഇവിടെ കമ്പയർ ടു ഈ സമ്മറിന്. അപ്പം ഞങ്ങൾ കൂടുതൽ പാക്ക് ആൻഡ് സേവിനാണ് ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാറ്. പിന്നെ ഇന്ത്യൻ ഗ്രോസറീസ് വാങ്ങാൻ, ഇന്ത്യൻ റൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിനെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഷോപ്പുകളെയൊക്കെ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാറുള്ളൂ. ഫുള്ള് ഞങ്ങൾ പാക്ക് ആൻഡ് സേവ് ആണ് എപ്പോഴും ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. നെക്സ്റ്റ് ടോപ്പിക്ക് ഞാൻ പറയാൻ പോകുന്നത് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനാണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓക്ലാൻഡൊക്കെ ആണെങ്കിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഉണ്ട്, ദർ ഇസ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. ഹാമിൽട്ടൺ, ക്രൈസ്റ്റ് ചർച്ച്, വെല്ലിംഗ്ടൺ ഒക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വരുന്ന ആൾക്കാർ ഇപ്പോൾ നമുക്കറിയില്ലല്ലോ ഏത് ഏരിയയിലേക്ക് പോകുന്നത് വെച്ചാൽ പരമാവധി ഇന്ത്യൻ ലൈസൻസ് ആയിട്ട് വന്നിട്ട് ചെറിയൊരു കാറ് വാങ്ങിക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ ഇവിടെ പെട്രോൾ ചാർജൊക്കെ ഇപ്പോൾ മുന്നേ ഞാൻ വരുന്ന സമയത്തൊക്കെ $1 $80, $1 $70 ഞാൻ പെട്രോൾ അടിച്ചിട്ടുണ്ട്, $1 $50 അടിച്ചിട്ടുണ്ട്. അതിനുശേഷം പെട്ടെന്നൊരു കയറി $3 അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും കുറഞ്ഞൊരു $2.40 എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചില ദിവസങ്ങളിൽ പൈസ കുറവുണ്ടാവും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു പെട്രോൾ കൺസപ്ഷനുള്ള നല്ലൊരു കാർ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ട്രാവലിനെ കുറിച്ച് പറയാനുള്ളത് വെച്ചാൽ എപ്പോഴും നമുക്ക് കാർ അത്യാവശ്യമാണ്. കാർ എപ്പോഴും വരുന്ന ആൾക്കാർക്ക് വാങ്ങി, ഈവൻ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഊബർ ടാക്സി, അല്ലെങ്കിൽ ഊബർ ടാക്സി അല്ല, ഊബർ ഈറ്റ്സ് അല്ലെങ്കിൽ ഡെലിവറീസി, ഡാഷ് ഇതൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈബ്രിഡ് കാർ എപ്പോഴും നല്ലതാണ്. പെട്രോള് നല്ലൊരു ഹൈബ്രിഡ് ആണ്, ഗുഡ് മൈലേജ് ഉള്ള കാർ. പിന്നെ ഈ വരുന്ന ആൾക്കാർക്ക് കാർ വാങ്ങാൻ വേണ്ടി കൂടുതൽ ട്രേഡ് മീ ഒക്കെ ഉണ്ട്. ട്രേഡ് മീൽ നിന്നൊക്കെയാണ് ആൾക്കാർ കാർ വാങ്ങുക. പിന്നെ അതുപോലെ ഷോപ്പിൽ നിന്ന് എടുക്കാം. ഷോപ്പുകളിലും കുറച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ ആണെങ്കിൽ ഒരു $2000 അല്ലെങ്കിൽ ഒരു $1000 എക്സ്പെൻസ് ആയിരിക്കും. പക്ഷെ അവർ നമുക്കൊരു 3 months ഷോറൂം വാറണ്ടി ഒക്കെ തരും, അങ്ങനെ എടുക്കാം. അതും നല്ലൊരു ഓപ്ഷനാണ്. അതൊക്കെ വരുന്ന ആൾക്കാർ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, വരുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ജോലി, അവരുടെ ആവശ്യം, അതിനെ ഇത് ചെയ്തിട്ടിരിക്കും, കമ്പയർ ചെയ്തിട്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയാൻ പോണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹെൽത്ത് കെയറിനെ കുറിച്ചിട്ടാണ്. പുതിയത് വരുന്ന ആൾക്കാർ അവർ വിസയുടെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വിസ കോപ്പി കൊണ്ട് അടുത്തുള്ള GP അറ്റസ്റ്റേഷൻ ചെയ്യണം, ജനറൽ ഫിസിഷ്യൻ. അത് അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ലിനിക്കിലോ അല്ലെങ്കിൽ മെഡിക്കൽ സെൻ്ററിലോ പോയിട്ട് നമുക്കത് ചെയ്യാം. അത് ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരാണെന്ന് വെച്ചാൽ നമുക്ക് ഓടിച്ചെന്ന് പോയിട്ട് അങ്ങനെ നമ്മൾ ഇൻപേഷ്യൻ്റായിട്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല, നമ്മൾ ഔട്ട് പേഷ്യൻ്റായിട്ട് കണക്കാക്കുള്ളൂ. അപ്പോൾ നമ്മൾ വരുമ്പോൾ GP അറ്റസ്റ്റേഷൻ ചെയ്യാം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ 13 വയസ്സ് വരെ 13 വയസ്സ് വരെ അത് ഫ്രീ ആണ്. ഈവൻ ഡെൻ്റൽ വരെ ഫ്രീ ആണ്. അപ്പോൾ നമ്മളത് എത്രയും പെട്ടെന്ന് ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ വരുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ. അത്ര എനിക്ക് അതിനെക്കുറിച്ച് പറയുള്ളൂ. പിന്നെ നമുക്ക് പേഴ്സണലായിട്ട് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുക്കാം. അത് വരുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നമ്മുടെ പേഴ്സണൽ ഇൻഷുറൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് ചൈൽഡ് കെയർ ആൻഡ് സ്കൂളിംഗ് ആണ്. മുന്നേ ഞാൻ സിംഗപ്പൂരായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഈ ചൈൽഡ് കെയറിൻ്റെ ഭയങ്കര എക്സ്പെൻസ് ആയിരുന്നു. ഈവൻ ഒരു $1000 ഒക്കെ വരായിരുന്നു അന്ന് കുട്ടികളെ സ്കൂളിലേക്കൊക്കെ വിടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികൾക്കെല്ലാം ഫ്രീ ആണ്. നമുക്ക് ഇവിടുത്തെ പബ്ലിക് സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടും. ചില സ്കൂളുകളിലൊക്കെ ഫുഡ് വരെ കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള സ്കൂളുകളിലൊന്നും ഇല്ല, പക്ഷേ ചില സ്കൂളുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട് അവർ ഫുഡൊക്കെ കൊടുക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ഞങ്ങളിവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് സ്കൂളൊക്കെ കണ്ടുപിടിക്കാൻ വെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ പോകുന്ന സ്കൂളുകളിലൊക്കെ അന്വേഷിച്ചു. അപ്പോൾ നമ്മളിവിടുത്തെ നല്ല സ്കൂളുകളിൽ നോക്കി വിട്ടേ. അത് പ്രൈവറ്റ് സ്കൂളാണ്, ക്രിസ്ത്യൻ സ്കൂളാണ്. അവിടെ ഫീസ് ഉണ്ട്. അവിടെ ഇയർലി ഏകദേശം 1000+ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്കൂളിലാണ് ഞാൻ വിട്ടത്. നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കാണെങ്കിൽ പബ്ലിക് സ്കൂളുകളിൽ വിടണമെന്ന് വെച്ചാൽ പബ്ലിക് സ്കൂളുകളിൽ വിടാം. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത് 5 yearsന് മേലുള്ള കുട്ടികളുടെ കേസാണ്, എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകുന്ന കുട്ടികളെ. ഇനി ഞാൻ പറയുന്നത് വെച്ചാൽ അതിൽ തൊട്ട് താഴെയുള്ള കുട്ടികളുടെ കേസാണ് ഞാൻ പറയുന്നത്.
നമ്മുടെ നാട്ടിൽ നിന്ന് അത് 5 ഇയേഴ്സിന് താഴെ കുട്ടികളായിട്ട് വരുന്ന മാതാപിതാക്കൾ ഇവിടെ ഈ കിൻഡർ ഗാർഡൻസ് ഒക്കെ ഉണ്ട്. 3 ഇയേഴ്സിന് മേലെ നമുക്ക് 20 hours നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ നമുക്ക് 2.5 ആഴ്ച ആഫ്റ്റർ ബർത്ത് കഴിഞ്ഞ് 2.5 ആഴ്ച കൂടിയിട്ട് നമുക്ക് കിൻഡർ ഗാർഡനിൽ ന്യൂ ബോൺ ബേബീസിനെ വിടാം. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പം ഞങ്ങൾ എൻ്റെ മോളെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വീക്കിലി $265 ഞാൻ പേ ചെയ്യുന്നുണ്ട് അവർക്ക്. അപ്പോൾ ഇവിടെ 3 വയസ്സ് വരെ ഏകദേശം അത്ര എക്സ്പെൻസ് ആവും. പക്ഷെ 3 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് 20 hours നമുക്ക് ഫ്രീ ആയിട്ട് വിടാം. അതാണ് ഇവിടുത്തെ കാര്യം. ചെറിയ കുട്ടികൾക്ക് പൈസ കൂടുതലാണ് കിൻഡർ ഗാർഡനിൽ. പിന്നെ കിൻഡർ ഗാർഡനിൽ അവർ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തോളും. നമ്മൾ വേറെ ഫുഡൊന്നും കൊടുത്തു വിടേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം ഇവിടെ കിൻഡർ ഗാർഡൻസിൽ ഫുഡ് കൊടുക്കും. കുട്ടികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കും. പക്ഷെ ഞങ്ങൾ അയക്കുന്ന സ്ഥലത്ത് അവർ നാപ്പീസൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഫുഡൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. ചില കിൻഡർ ഗാർഡൻസിൽ അവർ നാപ്പീസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. പക്ഷേ എൻ്റെ മോളേക്ക് വിടണോടത്ത് അവിടെ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം 6 hours അവിടെ വിടണം. അതങ്ങനെ അവർക്ക് ചില റൂൾസുകളുണ്ട്. അവർ ചെല്ലുന്നതിനേക്കാളും മുന്നേ നമുക്കൊരു അവരുടേതായ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. നമ്മളത് സൈൻ ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ വിടാൻ പറ്റുള്ളൂ. വാക്സിനേഷൻ്റെ ഡീറ്റെയിൽസ് വേണം. അത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പോഴേലും അത് നമ്മൾ വാങ്ങി വെക്കണം. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉള്ളത് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് കൂടുതൽ മച്ച് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്ന ഒരു ടോപ്പിക്കാണ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. എൻ്റർടൈൻമെൻറ്റ് എന്ന് വേറെ ഒന്നുമില്ല, നമ്മുടെ ഫാമിലിയായിട്ട് പുറത്ത് പോകുന്ന ചിലവുകൾ, പിന്നെ ചെറിയ ഔട്ടിങ്ങിന് പോകുന്ന ചിലവുകൾ, അതെല്ലാവരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണെങ്കിലും നമ്മൾ പുറത്തേക്കൊക്കെ പോകും. പിന്നെ ഈ മഞ്ഞ് വരുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ വീട്ടിലേക്ക്. അല്ലാത്ത സമയങ്ങളിൽ നമ്മളെല്ലാത്തും, പിന്നെ ആൾക്കാർ ജിമ്മിന് പോകുന്ന ആൾക്കാരുണ്ട്, പിന്നെ ബാഡ്മിൻ്റണിൽ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാരുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉള്ള ആൾക്കാരുണ്ട്. അതിനൊക്കെ ഇവിടെ എക്സ്ട്രാ കോസ്റ്റാണ്. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 day ട്രിപ്പോ അല്ലെങ്കിൽ ഒരു ക്യാമറ വാനൊക്കെ എടുത്ത് പുറത്ത് പോകണം, അങ്ങനത്തെ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ, ലൈഫ് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റേതായ എക്സ്പെൻസുകൾ കൂടുതൽ വരും. അത് ഞാൻ എന്തായാലും അതിനെക്കുറിച്ചിട്ട് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മുടെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മുടെ ചിലവുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഞാൻ ലാസ്റ്റത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ വേഗം അവസാനിപ്പിക്കാം. വീഡിയോ കുറേ ഇങ്ങനെ നീണ്ടു പോകുന്നു. നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് ടോട്ടൽ വരുന്നൊരു ജസ്റ്റ് റഫായിട്ട് പറയുന്നതാണ്. എങ്ങനെ പോയാലും ഒരു ഫാമിലിക്ക് ആണെങ്കിൽ എങ്ങനെ പോയാലും ഒരു മാസം എങ്ങനെ പോയാലും ഒരു 3,000 to ഒരു 4,000 അടുത്ത് വരും. അല്ലെങ്കിൽ നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോലും ഒരു 2,000 എങ്ങനെ പോരും. ഈ ഞാൻ പറയുന്നത് റെൻറ്റ്, ഫുഡ്, പിന്നെ പെട്രോള്, ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ്റെ പൈസ, ഇൻഷുറൻസ് എല്ലാം ചേർത്തിട്ടാണ് ഈ 2,000 പറയുന്നത്. 2,000 ചിലപ്പോൾ അല്ലാണ്ട് അതിനെ കുറച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലത്. പക്ഷെ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇവിടെ പിശിക്ക് ജീവിക്കൽ നടക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാലും നല്ല എക്സ്പെൻസ് ആയിരിക്കും ഇവിടെ. പക്ഷെ സിംഗിളായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കാൻ പറ്റുമായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷെ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പിശുക്കലോ അങ്ങനത്തെ കാര്യങ്ങളിവിടെ നടക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നമുക്ക് പല എക്സ്പെൻസുകളും അത് നമുക്ക് ആവശ്യത്തിനുള്ള എക്സ്പെൻസുകളാണ്. നമുക്കത് മാറ്റാൻ പറ്റാത്ത എക്സ്പെൻസുകളല്ല, അത് ചെയ്താലാണ് അത് നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസുകളാണ്. അപ്പോൾ എങ്ങനെ പോയൊരു ഫാമിലിക്ക് ആണെങ്കിൽ എങ്ങനെ പോലും $3,500 to $4,000 എന്താണെങ്കിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് വരും, ഇൻക്ലൂഡിങ് ഓൾ മാക്സിമം എക്സ്പെൻസ് വെച്ചിട്ട് കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറഞ്ഞാണ്. എനിക്ക് ഇത്രയൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ, പുതിയത് വരുന്ന ആൾക്കാരുടെ അടുത്ത്. ഓക്കെ, ഇതിപ്പോൾ ഇത്രയും ഞാൻ കാര്യം പറഞ്ഞതിൽ എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സിംഗപ്പൂർ ഏകദേശം ഒരു 15 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാളും എക്സ്പെൻസീവ് ആയ ഒരു കൺട്രി ആയിരുന്നു സിംഗപ്പൂർ. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയില്ല, ഞാൻ സിംഗപ്പൂർ വന്നേക്കാളും കൂടുതൽ പൈസ അവിടെ സേവ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ന്യൂസിലാൻഡ് നല്ലൊരു രാജ്യമായിട്ടാണ് എനിക്ക് തോന്നിയാണതും. അതേപോലെ തന്നെ ഇവിടെ പുറത്താണെങ്കിലും ഇതുവരെ സപ്പോർട്ടിംഗ് ആണ് ഇവിടുത്തെ ആൾക്കാരെല്ലാം എല്ലാ കാര്യത്തിലൊക്കെ. പക്ഷേ നല്ലൊരു രാജ്യമാണ്. ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വർക്ക് പ്ലേസ് സിംഗപ്പൂരൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ സെറ്റിങ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ, പക്ഷേ സിംഗപ്പൂരൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഇത് വെച്ച് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ല, ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് എല്ലാവരും പറഞ്ഞ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഇൻഫോർമേഷൻസാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇതിനേക്കാളും നല്ലതായിട്ട് പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നല്ല ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റുണ്ടാവും എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഞങ്ങളൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്ത് വന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്കൊന്നും എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യേണ്ടതില്ല, കുറയ്ക്കേണ്ടതില്ല. ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഇപ്പം ഞാൻ പറയില്ല, ഞങ്ങളൊക്കെ വന്നപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞങ്ങൾ കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം രണ്ടുപേർക്കും ജോലി കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നല്ല സ്റ്റേബിളായിട്ട് പോകാൻ പറ്റും. പിന്നെ ടാക്സും കാര്യങ്ങളൊക്കെ വരും എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല സേവിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്.
ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ആളുകൾ ചോദിച്ചിട്ടാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അതിന് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നെക്സ്റ്റ് വീഡിയോ വേണമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ ഫുൾ അറിവുള്ള ആളല്ല, എനിക്കറിവുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനവിടെ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള പല കാര്യങ്ങളും. ഇപ്പോൾ നിങ്ങൾക്ക് മോറായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം ഇതിനേക്കാൾ സൂപ്പറായിട്ട്. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ, സൈനിങ് ഓഫ് ബിറിൽ.